ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നുവെന്ന് CPM സംഘടനാ റിപ്പോർട്ട്. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നതായി സംഘടനാ റിപ്പോർട്ടിൽ പരാമർശം. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. വോട്ട് ചോർച്ച ഗൗരവത്തോടെ കാണണമെന്നും പരാമർശമുണ്ട്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് M മനോജ് ചേരുന്നുണ്ട്. മനോജ്, ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നു എന്ന ഒരു സംഘടനാ റിപ്പോർട്ടാണ് ഇപ്പോൾ എന്തായാലും CPM സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കാനിരിക്കുന്നത്. മറ്റെന്തൊക്കെ പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്? നിഖിൽ, 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ, അതായത് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം പതാക ഉയർത്തിയ ഈ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു പരാമർശമുള്ളത്. അതായത് ബി.ജെ.പിയിലേക്ക് വോട്ട് കൂടുതലായി ചോരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഒരു വിമർശനം കൂടെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. കാരണം പല ശക്തി കേന്ദ്രങ്ങളിലും ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയും അതോടൊപ്പം തന്നെ പിന്നീട് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലേക്ക് ക്ഷീണവും ഒക്കെ വിലയിരുത്തിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടിൽ ഇക്കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഈ ഓരോ സ്ഥലങ്ങളിലും ബി.ജെ.പി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് വിഹിതം ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു ശതമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്നത്. അതായത് CPM ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലും അത് സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് CPM ഓരോ സമ്മേളനങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു പരാമർശം നടത്തുന്നത്. അത് സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വോട്ട് ചോർച്ചയെ ഗൗരവത്തോടെ കാണണമെന്നാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് നൽകുന്ന ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ നൽകുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തെ പറ്റിയുള്ള ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടുകൾ തെറ്റിയതായും ഈ വിമർശനമുണ്ട്. അതായത് ഓരോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഈ തിരഞ്ഞെടുപ്പ് സാഹചര്യം, അതായത് CPM-ന് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നടക്കം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ അത് തെറ്റാണ്. അവിടെ വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കുവാനിരിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിഭാഗീയത, അതായത് കൊല്ലം ജില്ലയിൽ അടക്കം നടന്നിരുന്ന ഈ പരസ്യ പ്രതിഷേധമൊക്കെ നമുക്കറിയാം. കരുനാഗപ്പള്ളിയിലടക്കം ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കം ഈ പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി എത്തി. അത്തരത്തിൽ എന്തെങ്കിലും വിഭാഗീയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണമെന്നും അങ്ങനെയൊക്കെ പല തരത്തിലുള്ള, അതായത് കൂടുതലും ഈ ഉൾപ്പാട്ടി വിമർശനങ്ങൾ തന്നെയാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നത് അത് ഗൗരവത്തോടെ കാണണമെന്നുള്ള നിർദ്ദേശമാണ് ഈ സംഘടനാ റിപ്പോർട്ടിലൂടെ പ്രതിനിധികൾക്ക് കൊടുക്കുന്നത്. നിഖിൽ, ശരി മനോജ്. ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നു CPM സംഘടനാ റിപ്പോർട്ട്. CPM ശക്തി കേന്ദ്രങ്ങളിൽ നിന്നടക്കം ബി.ജെ.പിയിലേക്ക് വോട്ട് ചോരുന്നതായി സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് M മനോജ്.